ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് എല്ലാ രോഗികൾക്കും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവാണ് നമ്മുടെ വൈദ്യൻ. അവിടുന്ന് നമുക്ക് സൗഖ്യം നൽകും. നിന്റെ രോഗത്തിന് സൗഖ്യമുണ്ട്. കർത്താവിൽ നിനക്ക് സൗഖ്യം ലഭിക്കും. എത്രയൊക്കെ ആരോഗ്യം വീണ്ടെടുക്കാൻ നോക്കിയിട്ടും ഓരോ ദിവസവും ഏതെങ്കിലും ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളാൽ വേദനിക്കുന്നവർക്ക് കർത്താവ് സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ ആകുലപ്പെടുത്തുന്ന, നമ്മെ തളർത്തുന്ന നമ്മുടെ ചില രോഗങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ സൗഖ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയൊക്കെ വേദനാജനകമായ രോഗങ്ങളാണ്, എത്രയൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ട രോഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങൾ ഭാരപ്പെടേണ്ട, കർത്താവിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. കർത്താവ് ഈ രോഗം ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നൽകിയിരിക്കുന്നതാണ്. അത് നിങ്ങളുടെ നാശത്തിൽ അവസാനിക്കുകയില്ല. ഈ രോഗം നിങ്ങളെ മരണത്തിൽ ഏൽപ്പിക്കുകയില്ല. ഈ രോഗം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവം നൽകിയതാണ്. അത് ദൈവം സുഖപ്പെടുത്തും. തീർച്ചയായും ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്, നിങ്ങൾക്ക് വിടുതലുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ട്. കർത്താവിലേക്ക് തിരിയുക. ചില രോഗാവസ്ഥകളിലാണ് ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത്, മനുഷ്യരോട് ഇടപെടുന്നത്. തൻ്റെ മക്കളായ നാം ഓരോരുത്തരും ദൈവത്തെ കേൾക്കാനും ദൈവസന്നിധിയിലായിരിക്കുവാനും അവിടുന്ന് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് അവസരങ്ങൾ നൽകുന്നത്. അതിനാൽ നിന്റെ രോഗത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. കർത്താവിലേക്ക് തിരിയുക. കർത്താവേ, ഈ രോഗം കൊണ്ട് നീ എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടാനുസരണം ജീവിക്കാൻ നമുക്ക് നമ്മെ തന്നെ താഴ്മയോടെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷണം കൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി കഴിഞ്ഞ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ശാരീരിക വേദനയും ക്ലേശങ്ങളും അസ്വസ്ഥതകളും കാരണം ഒത്തിരി യാതനകൾ അനുഭവിക്കുന്ന, ഒത്തിരി സഹിക്കുന്ന വ്യക്തികളെ ഇന്ന് നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ രോഗത്തിന് മരുന്നില്ല എന്ന് വൈദ്യചികിത്സ എഴുതി തള്ളുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വേദനയും നിസ്സഹായ അവസ്ഥയും
നിരാശയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് നീ ഈ ഭൂമിയിൽ സകല ഔഷധങ്ങളെയും നീ സൃഷ്ടിച്ചു. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമായ ഔഷധം, ആവശ്യമായ നിന്റെ വചനം അയച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ വചനമാണ് ഞങ്ങളുടെ ഔഷധം. കർത്താവേ, നിന്റെ വചനം ഞങ്ങളുടെ രോഗത്തെ സുഖപ്പെടുത്തുന്നു. നിന്റെ വചനം ഞങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റുന്നു. പ്രാർത്ഥിക്കാനുള്ള വരം നൽകി നിന്നോട് കൂടെ ആയിരിക്കുവാൻ, ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിച്ച് മുന്നേറാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഹീലിംഗ് ബ്രേസിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നീ അനേകരെ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉദാസീനനാകാതെ, പ്രതീക്ഷ നഷ്ടപ്പെടാതെ കർത്താവിനോട് വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ പാപാവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി എല്ലാ രോഗങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, വേദനയിൽ നിന്നും, ശാരീരിക വേദനയിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ പൂർണ്ണമായും കരകയറ്റി നിന്റെ സൗഖ്യം അനുഭവിക്കാൻ, നിനക്ക് നന്ദി പറയാൻ, ഇന്ന് നിന്റെ അത്ഭുതങ്ങളെ കാണാൻ കർത്താവേ, ഇന്ന് നീ ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് സകല ദൈവാനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഇടയാക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ യാത്രകളെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ഞങ്ങളുടെ ഉദ്യമങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, നിന്റെ സഹായം ഞങ്ങൾക്ക് കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നീ വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരത്ഭുതം നീ നടത്തണമേ. നിന്റെ അത്ഭുതം കാണുവാൻ ഇന്ന് ഞങ്ങളുടെ കണ്ണുകൾക്ക് നീ ശക്തി നൽകണമേ. കർത്താവേ, ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവമേ, എല്ലാറ്റിലും ഉപരി നിന്നെ ശ്രവിക്കുവാൻ, നിന്നെ കേൾക്കാൻ, നിന്റെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി, വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് ആശുപത്രികളിൽ കഴിയുന്ന രോഗികളെ, മരണാസന്നരായ രോഗികളെ, അനേക വർഷങ്ങളായി രോഗക്കിടക്കയിലായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത രോഗികളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. രോഗികളെ നോക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ, ഡോക്ടേഴ്സിനെ, നഴ്സസിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികൾക്കും നിന്നിൽ രോഗശാന്തി ഞങ്ങൾ കാണുന്നു. ആരോഗ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങളെ സഫലീകരിച്ച് നിന്റെ ശരീരത്തിന് പൂർണ്ണ സംരക്ഷണം നൽകി, ആരോഗ്യം നൽകി, എല്ലാ രോഗങ്ങളിൽ നിന്നും നിന്നെ പൂർണ്ണമായി വിടുവിക്കട്ടെ. ആരോഗ്യം വീണ്ടെടുക്കാൻ നിന്നെ സഹായിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.